ഇന്നിപ്പോൾ ദിലീപിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടുവരുന്നത് വളരെ ഗൗരവതരമായ ഒരു 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 സ്ഥിതിവിശേഷമാണ്. ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി ദിലീപിനെ എന്തിനു വെറുതെ വിട്ടു എന്ന് ചോദിക്കുന്ന മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ദിലീപിനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്കെതിരെ ശിക്ഷ വിധിക്കുക, അയാൾക്കെതിരെ വിധിന്യായം എഴുതുക, ഇതൊക്കെയാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ചെയ്തിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ സത്യവും എവിഡൻസുമാണ് എപ്പോഴും ഒരാളെ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് എന്നതിന് തെളിവാണ്. അല്ലാതെ ചില മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കഥയും ചർച്ചകളും അവർ കൊണ്ടുവരുന്ന എവിഡൻസും ഒന്നും അല്ല എന്നുള്ള കാര്യമാണ് ബോധ്യപ്പെടുത്തേണ്ടത്. പിന്നെ അതൊന്നും നടക്കാതെ വരുമ്പോൾ അവന് സ്വകാര്യതയിലേക്ക് ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് ചെല്ലുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഗുണ്ടകളെ വിട്ടിട്ട് ഒരാളെ ആക്രമിക്കുന്നതിൻ്റെ തനി പകർപ്പ് തന്നെയാണ്. നിയമത്തിൻ്റെ അങ്ങേയറ്റം വരെ കൊണ്ടുപോകാനും ഇടയാക്കിയതെന്ന് നിസ്സംശയം തന്നെ പറയാം. കാരണം ഇന്ന് കണ്ട ഒരു ദൃശ്യമുണ്ട്. ഈ വാർത്താമാധ്യമങ്ങൾക്ക് ഒരു കടിഞ്ഞാണിൻ്റെ സമയം കഴിഞ്ഞുപോയി എന്ന് പൊതുസമൂഹം മൊത്തം പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് ഈ പരിപാടി കാണിക്കത്തില്ല. ദിലീപിൻ്റെ വീട്ടിൽ, ദിലീപിൻ്റെ സ്വകാര്യതയിലേക്ക് അതിൻ്റെ മുകളിൽ ഡ്രോൺ പറത്തുക, കൂടാതെ തന്നെ കൊച്ചിയിലെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് കൂടി ഡ്രോൺ പറത്തുക. ദിലീപ് പോകുന്ന വഴി ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധി കൽപ്പിക്കേണ്ടത് കോടതിയാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഡ്രോൺ പറത്തി ക്യാമറയുമായിട്ട് അനധികൃതമായി കടന്നു ചെല്ലുന്നത് അത് ദിലീപ് എന്നല്ല, ഏതൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഇതൊക്കെ അറിയാവുന്നവരാണ് മാധ്യമപ്രവർത്തകർ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്നവരായിരിക്കണം മാധ്യമപ്രവർത്തകർ. ഒരാളുടെ ദൃശ്യം എടുക്കണമെങ്കിൽ നമുക്ക് അവരുടെ പെർമിഷൻ ആവശ്യമാണ്. പിന്നെ മാധ്യമപ്രവർത്തകർ എന്നുള്ള ആ ഒരു ലേബലുണ്ട്. അവർക്ക് വലിയ നിയമത്തിൻ്റെ പരിരക്ഷയൊന്നുമില്ല. പക്ഷെങ്കിൽ അറിയാനുള്ള അവകാശവും അറിയിക്കാനുള്ള അവകാശവും ഉള്ളതുകൊണ്ട് പലപ്പോഴും പല ദൃശ്യങ്ങളും പകർത്തി കൊടുക്കുന്നു. അത്രമാത്രം. ഒരാൾ എൻ്റെ ദൃശ്യം എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അയാളിപ്പോൾ ഒരു കുറ്റവാളിയാണോ, ഒരു കൊല ചെയ്തു എന്നിരിക്കട്ടെ, അയാൾ കൊല ചെയ്തു എന്ന് പറയാൻ ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകന് പറ്റത്തില്ല. സംശയിക്കുന്നു അല്ലെങ്കിൽ പോലീസ് പറയുന്നു എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അയാൾ കൊല ചെയ്തോ ഇല്ലയോ തീരുമാനിക്കേണ്ടത് ശിക്ഷ വിധിക്കുന്ന കോടതിയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ വാർത്താ ചാനലുകളും ഒക്കെ തുറന്നു നോക്കിയപ്പോൾ കാണാൻ കഴിയുന്ന മൊത്തം നമ്മുടെ ദിലീപിൻ്റെ വാർത്തകളാണ്. ഈ ദിലീപിൻ്റെ വിഷയത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതും പിന്നീട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ദിലീപിനെ കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതും ദിലീപിനെ ശിക്ഷ വിധിക്കുന്നതും ഒക്കെ ഇവിടുത്തെ ചില മാധ്യമങ്ങളാണ്. അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ന് കണ്ട ദൃശ്യം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ചില വാർത്താ ചാനലുകളുമായിട്ട് ദിലീപിന് ഉണ്ടായിരുന്ന ചില വ്യക്തിപരമായ വിദ്വേഷം, തർക്കമാണ് ദിലീപിനെ ഇത്രയധികം ക്രൂരനായിട്ടും അല്ലെങ്കിൽ ഇത്രയധികം നിയമത്തിൻ്റെ അങ്ങേയറ്റം വരെ കൊണ്ടുപോകാനും ഇടയാക്കിയതെന്ന് നിസ്സംശയം തന്നെ പറയാം. കാരണം ഇന്ന് കണ്ട ഒരു ദൃശ്യമുണ്ട്. ഈ വാർത്താമാധ്യമങ്ങൾക്ക് ഒരു കടിഞ്ഞാണിൻ്റെ സമയം കഴിഞ്ഞുപോയി എന്ന് പൊതുസമൂഹം മൊത്തം പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് ഈ പരിപാടി കാണിക്കത്തില്ല. ദിലീപിൻ്റെ വീട്ടിൽ, ദിലീപിൻ്റെ സ്വകാര്യതയിലേക്ക് അതിൻ്റെ മുകളിൽ ഡ്രോൺ പറത്തുക, കൂടാതെ തന്നെ കൊച്ചിയിലെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് കൂടി ഡ്രോൺ പറത്തുക. ദിലീപ് പോകുന്ന വഴി ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധി കൽപ്പിക്കേണ്ടത് കോടതിയാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഡ്രോൺ പറത്തി ക്യാമറയുമായിട്ട് അനധികൃതമായി കടന്നു ചെല്ലുന്നത് അത് ദിലീപ് എന്നല്ല, ഏതൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഇതൊക്കെ അറിയാവുന്നവരാണ് മാധ്യമപ്രവർത്തകർ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്നവരായിരിക്കണം മാധ്യമപ്രവർത്തകർ. ഇതിപ്പം അറിയാം, പക്ഷെങ്കിൽ അതൊരു ഗുണ്ടായിസം പോലെ തന്നെ നിൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ ദൃശ്യങ്ങൾ പകർത്തും എന്നുള്ള ഒരു ഗുണ്ടായിസം തന്നെയായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇത് വീണ്ടും മറ്റു ചാനൽ വീണ്ടും ആവർത്തിക്കും. ഇത് ദിലീപിന് തന്നെയല്ല, മറ്റേതൊരു വ്യക്തിയുടെ വീട്ടിലേക്കും ഈ ഡ്രോൺ ഇനി കടന്നു വരും, യാതൊരു സംശയം വേണ്ട. കാരണം ആ ഡ്രോണ് അയാളുടെ വീട്ടിൽ അയാൾ ഇറങ്ങുന്നു, അയാളുടെ വീടിൻ്റെ ടെറസിൽ വരെ ആ ഡ്രോണിൻ്റെ ദൃശ്യങ്ങൾ വരുന്നു. എന്തൊരു മര്യാദഘട്ട മാധ്യമപ്രവർത്തകർ തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിയമങ്ങൾ എന്താണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുന്നവരായിരുന്നു മാധ്യമപ്രവർത്തകർ. കാരണം നിയമം ഇങ്ങനെയാണ് പറയുന്നത്, നിയമത്തിൻ്റെ മുമ്പിൽ ഇതാണ് ശിക്ഷ, ഈ നിയമം ലംഘിച്ചാൽ ഇതായിരിക്കും ശിക്ഷ. ഇതൊക്കെയാണ് മാധ്യമപ്രവർത്തകർ നേരത്തെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന വലിയ കടുത്ത നിയമലംഘനം തന്നെയാണ്, കടുത്ത നിയമലംഘനമാണ്. ഇത് ജനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ചെയ്യാം എന്നൊരു ബോധ്യം വരുന്നു. ഇവിടുത്തെ കുറേ ഇനിയും സംഭവിക്കാൻ പോകുന്ന കുറേ യൂട്യൂബർമാരും ഈ ഇൻഫ്ലുവൻസർമാരും ഒക്കെ ഇത് ഫോളോ ചെയ്യും. ഒരാളുടെ ദൃശ്യം എടുക്കണമെങ്കിൽ നമുക്ക് അവരുടെ പെർമിഷൻ ആവശ്യമാണ്.
പിന്നെ മാധ്യമപ്രവർത്തകർ എന്നുള്ള ആ ഒരു ലേബലുണ്ട്. അവർക്ക് വലിയ നിയമത്തിൻ്റെ പരിരക്ഷയൊന്നുമില്ല. പക്ഷെങ്കിൽ അറിയാനുള്ള അവകാശവും അറിയിക്കാനുള്ള അവകാശവും ഉള്ളതുകൊണ്ട് പലപ്പോഴും പല ദൃശ്യങ്ങളും പകർത്തി കൊടുക്കുന്നു. അത്രമാത്രം. ഒരാൾ എൻ്റെ ദൃശ്യം എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അയാളിപ്പോൾ ഒരു കുറ്റവാളിയാണ്, ഒരു കൊല ചെയ്തു എന്നിരിക്കട്ടെ, അയാൾ കൊല ചെയ്തു എന്ന് പറയാൻ ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകന് പറ്റത്തില്ല. സംശയിക്കുന്നു അല്ലെങ്കിൽ പോലീസ് പറയുന്നു എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അയാൾ കൊല ചെയ്തോ ഇല്ലയോ തീരുമാനിക്കേണ്ടത് ശിക്ഷ വിധിക്കുന്ന കോടതിയാണ്. ബഹുമാനപ്പെട്ട കോടതിയാണ് പറയേണ്ടത് ഇയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത്. അത് തെളിവുകളുടെയും അന്വേഷണത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്നതാണ്. ഇന്നിപ്പോൾ ദിലീപിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടുവരുന്നത് വളരെ ഗൗരവതരമായ ഒരു 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 സ്ഥിതിവിശേഷമാണ്. ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി ദിലീപിനെ എന്തിനു വെറുതെ വിട്ടു എന്ന് ചോദിക്കുന്ന മാധ്യമങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ദിലീപിനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ